അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രോയിങ് കാറിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഞാനും കൂടെ പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വരയ്ക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ചുമ്മാ കുറേ കേൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കേൾസ് വരച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ മൊത്തം ഇങ്ങനെ പോലെ വരച്ച് ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഫുൾ ആ ഇടയ്ക്കത്തെ ലൈൻസിൽ അവിടെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ ഫസ്റ്റ് ബി.വിയിൽ ജോലിക്ക് കയറി. ബി.വിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഇത്രയും കംപ്ലീറ്റായി. അടുത്തത് അറേബ്യൻ ഗോൾഡിലാണ് കയറിയത്. അപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയിൽ റെഡ് ലൈൻസ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവില്ലേന്ന്. അങ്ങനെ ഞാൻ റെഡ് ലൈൻസ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ലാസ്റ്റ് അത് കുളമായി ഗൈസ്. പിന്നെ എനിക്ക് തോന്നി പുല്ല് വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രോയിങ് കാറിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഞാനും കൂടെ പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വരയ്ക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ചുമ്മാ കുറേ കേൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കേൾസ് വരച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ മൊത്തം ഇങ്ങനെ പോലെ വരച്ച് ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഫുൾ ആ ഇടയ്ക്കത്തെ ലൈൻസിൽ അവിടെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ ഫസ്റ്റ് ബി.വിയിൽ ജോലിക്ക് കയറി. ബി.വിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഇത്രയും കംപ്ലീറ്റായി. അടുത്തത് അറേബ്യൻ ഗോൾഡിലാണ് കയറിയത്. അപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയിൽ റെഡ് ലൈൻസ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവില്ലേന്ന്. അങ്ങനെ ഞാൻ റെഡ് ലൈൻസ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ലാസ്റ്റ് അത് കുളമായി ഗൈസ്. പിന്നെ എനിക്ക് തോന്നി പുല്ല് വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്.